ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പുലർച്ചെ 5 മണിക്കാണ്. എണീറ്റ ഉടനെ തന്നെ ഞാൻ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം അടുക്കളയിലെത്തി 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം മൺകുടത്തിലാക്കി വെച്ചതെടുത്ത് കുടിക്കും. അതിനുശേഷം 10 മിനിറ്റ് നടന്നാൽ മെക്സവൻ എക്സർസൈസ് നടത്തുന്ന ഗവൺമെൻറ് LP സ്കൂൾ ചുണ്ടോട്ടുകുന്നിലെത്തും. നേരം വെളുക്കും മുമ്പേ 5:25 ഞാൻ ഇറങ്ങും. എന്നെ കാത്ത് സുനീറ അവിടെ നിൽപ്പുണ്ട്. പിന്നെ സുനീറയും എൻ്റെ വേറെ സുഹൃത്തുക്കളും ഒക്കെ കൂടി അങ്ങനെ നടക്കും. ഇത് നന്മ ഹോട്ടലാണ്. ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ചായ കുടിക്കാൻ. അത് കഴിഞ്ഞ് തങ്കേടത്തി ഞങ്ങളെ കാത്തതാ നിൽപ്പുണ്ട്. വെള്ളക്കോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ വീരാൻകുട്ടി ആ കടയുണ്ട്. ഇതാണ് ചുണ്ടോട്ടുകുന്ന് മുക്ക്. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും. നേരം വെളുത്തു കഴിഞ്ഞാൽ നിറയെ ആളുകളുണ്ടാവും. ഈ ഒരു കടയിൽ പലചരക്ക്, പച്ചക്കറി, പാത്രങ്ങൾ, ചെരുപ്പുകൾ, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റാണ് വീരാൻകുട്ടി ആ കട. എക്സസൈസൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈരളി മുക്കിൽ എത്തും. കൈരളി വായനശാല ഉള്ളതുകൊണ്ടാണ് കൈരളി എന്ന പേര് ആ മുക്കിന് കിട്ടിയത്. ഇതാണ് ആ മുക്ക്. വരുന്ന വഴിക്കാണ് മറിയത്താത്തയുടെ ചായക്കട. നല്ല ടേസ്റ്റുള്ള ചായയാണ് ഇവിടുന്ന് ലഭിക്കുക. മറിയത്താത്തയുടെ കടയുടെ മുന്നിലാണ് ഈ റബ്ബർ തോട്ടം. അവിടെ ഇങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ എന്നും റബ്ബർ വെട്ടുന്നത് കാണാം. അതിരാവിലെയാണ് അവർ റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് റബ്ബർ പാൽ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. നല്ല ഭംഗിയാണത് കാണാൻ. പിന്നീട് ഞാൻ നടന്ന് എൻ്റെ അരുണോദയം, എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഈ എത്തിയിട്ടുള്ളത്. മഴയൊക്കെ പെയ്തതുകൊണ്ട് മതിലിലൊക്കെ നനവാണ്. ഞാനിനി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. 6:30 ആവുമ്പോഴാണ് ഞാൻ വീടെത്തുക. തിരിച്ച് ചുണ്ടോട്ടുകുന്ന് സ്കൂളിൽ നിന്നും വളരെ വേഗത്തിലാണ് നടക്കാറ്. ഇവിടെ തങ്കമണി ശുദ്ധമായ പശുവിൻ പാല് രാവിലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. എൻ്റെ കൂർക്കത്തോട്ടമാണേ. ഇനി റേഡിയോ ഓൺ ചെയ്ത് പ്രാദേശിക വാർത്തകൾക്കായിട്ട് ഞാനങ്ങനെ കാത്തിരിക്കും. ഒപ്പം ഒരു ചായയും ഉണ്ടാക്കും. പാലൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒരു ചായ ഇടാം. എനിക്ക് ശർക്കരയിട്ട ചായയാണ് ഇഷ്ടം. അച്ഛന് പഞ്ചസാരയിട്ട ചായയും. ഇന്ന് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ദിവസമായി ഒരു കഞ്ഞി കുടിച്ചിട്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നും പലഹാരമാണ് ഉണ്ടാക്കാറ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കഞ്ഞി വയ്ക്കാൻ തീരുമാനിച്ചു. ഒപ്പം നല്ലൊരു അവിയലും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഫ്രിഡ്ജ് തുറന്ന് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ച അവിയലിൻ്റെ കഷ്ണങ്ങൾ എടുക്കുകയാണ്. നല്ലൊരു അവിയൽ ഉണ്ടാക്കണം. ചേനന്തണ്ട് ഒഴികെ ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേനന്തണ്ട് എടുക്കാൻ ഞാൻ തൊടിയിലേക്ക് മെല്ലെ കടന്നു. എൻ്റെ കുറ്റിക്കുരുമുളക് ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. കുറേ ചേനകളൊക്കെ വെച്ചിട്ടുണ്ട്. തൊടിയിൽ കുറേ ചേമ്പും കൂർക്കയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഒരു മറുതണ്ട്. ചേനയുടെ മറുതണ്ടാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനൊക്കെ എടുക്കുന്നത്. നല്ല ഈസ്ട്രജൻ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചേന സൂപ്പറാണ്. പിന്നെ ഞാൻ ഈ പയറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നു. ഒരാഴ്ചയായി പയറൊക്കെ കുഴിച്ചിട്ടിട്ട് ഒക്കെ ഞെടിയിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നീളമുള്ള മീറ്റർ പയറാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. ഇഞ്ചിയും ഇതാ മുളച്ച് പൊന്തി വന്നിരിക്കുന്നു. വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. കുമ്പളങ്ങ പന്തലിൽ കയറാൻ തുടങ്ങി. കൈപ്പയ്ക്കയൊക്കെ ഇതാ വള്ളിയാടാൻ തുടങ്ങിയിരിക്കുന്നു. പന്തലിലേക്ക് ഇനി ഇവരെയൊക്കെ കയറ്റി വിടേണ്ടതുണ്ട്. അതും ഒരു ഒഴിവുള്ള ദിവസമാണ് ചെയ്യുക. ഇലമംഗലം ഇതാ നല്ല റോസ് നിറത്തിൽ, ബ്രൗൺ നിറത്തിൽ ഒക്കെ ഇങ്ങനെ അമച്ച് പൊന്തുന്നുണ്ട്. ഇലയട ഉണ്ടാക്കാൻ വിശേഷപ്പെട്ടതാണ് ഇലമംഗലം. ഇനി ചേനന്തണ്ടിൻ്റെ താണ്ടൊക്കെ ഒന്ന് ചീന്തി എടുക്കണം. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അവിയൽ വെക്കാൻ. പോയി മിറ്റമടിച്ചു വരാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് വലിയ കുപ്പയൊന്നുമില്ല, എങ്കിലും തെങ്ങിൻ്റെ പൂവൊക്കെ ധാരാളം വീണ് കിടപ്പുണ്ട്. അപ്പോൾ ദിവസവും അടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നിറയെ പുല്ലുകൾ ഇങ്ങനെ വരും. അപ്പം ഞാൻ എന്നും ഇങ്ങനെ അടിച്ചു കോരാറുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് നല്ലപോലെ ചെളി പിടിച്ചിട്ടുണ്ട് കല്ലിലൊക്കെ. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് കരുതി അങ്ങനെ ഞാൻ മുറ്റമെല്ലാം വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം വീണ്ടും അടുക്കളയിലേക്ക്. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുത്തത്. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിക്ക് പറ്റിയ ഒരു നല്ല അവിയലാണ് ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ
അവിയലിലേക്ക് ഞാൻ പച്ചമുളകും നാളികേരവും ജീരകവും എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. ചെറിയ ജീരകമാണ്. ഇനി ഇത് അമ്മിയിലാണ് ഞാൻ. കഞ്ഞി എന്തായി എന്നൊന്ന് നോക്കി. തിളച്ചിട്ടുണ്ട്. അവിയൽ ഞാൻ ഗ്യാസ് അടുപ്പത്ത് തന്നെ വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പിന്നീട് ഞാൻ അമ്മിക്കല്ലിൻ്റെ അടുത്തേക്ക് പോയി പച്ചമുളകും നാളികേരവും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്, ജീരകവും ചേർത്ത്. അപ്പോഴേക്കും കഷ്ണങ്ങൾ ഇതാ വെന്ത് വന്നു തുടങ്ങി. വെള്ളമൊക്കെ വറ്റി. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. നല്ല പുളിയുള്ള മോരാണ് 1/2 ഗ്ലാസ്. കട്ടത്തൈരാണെങ്കിൽ കട്ടത്തൈരും ചേർക്കാം കേട്ടോ. ഞാനിവിടെ മോരാ ചേർത്ത് കൊടുത്ത്. ഒപ്പം തന്നെ മോരിനൊപ്പം തന്നെ നല്ലപോലെ ചതച്ച് വെച്ച നാളികേരവും പച്ചമുളകും ജീരകവും കൂടി അവിയലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് മറിയണം, എങ്കിലേ കഷ്ണങ്ങളിലൊക്കെ അതൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പച്ച വെളിച്ചെണ്ണ വെറുതെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാകുന്ന നല്ല കറിവേപ്പിലയാണ്. വളമൊന്നും ചേർക്കാത്ത, നല്ല കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല ശുദ്ധമായ കറിവേപ്പില. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇളക്കി ഒന്ന് തപ്പിപ്പൊത്തി വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അവിയലാവും. ഇപ്പം നല്ല പോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ കൊട്ടത്തളമൊക്കെ ഒന്ന് തേച്ച് മോറാമെന്ന് വിചാരിച്ചു. ആഴ്ചയ്ക്ക് ഒരു ദിവസമാണിത് ചെയ്യുന്നത്. അതിനു മുമ്പ് വെറുതെ ഒന്ന് കഴുകി വിടാറേ ഉള്ളൂ. ഇനി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. കുട്ടികളൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് വലിയ ചളിയൊന്നുമില്ല, എങ്കിലും ഒന്ന് മണ്ണൊന്നും ആവാതിരിക്കാൻ തുടച്ചിടും. അപ്പോൾ ഇതാ കഞ്ഞി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചോറുമായി വാർത്ത് വെച്ചിട്ടുണ്ട്. മോരൊന്ന് കലക്കി നെയ്യൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ശുദ്ധമായ നെയ്യ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കും. അവർ വരുമ്പോൾ ബ്രെഡ് പൊരിക്കാനും ഒക്കെ അവർക്ക് നെയ്യ് വേണമല്ലോ. അപ്പം നല്ല മണമുള്ള നെയ്യ്, നെയ്യ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് സാമ്പാറാണ് ഉണ്ടാക്കേണ്ടത്. ഒരു മുരിങ്ങക്കായ ഉണ്ട്, ഒന്നേ ഉള്ളൂ. അതും തക്കാളിയും എടുത്തു. ബാക്കി മുരിങ്ങക്കായ ഞാൻ അവിയലിട്ടിട്ടുണ്ട്. ചേനത്തണ്ട് കൂടി ഇട്ടത് കൊണ്ട് അവിയലിന് നല്ല ടേസ്റ്റാണ്. ഇനി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറും അവിയലും ആയിക്കഴിഞ്ഞു. നല്ല തുവരപ്പരിപ്പാണ് വെള്ളത്തിലിട്ടത്. നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കഷ്ണങ്ങൾ, ഒരു വഴുതനങ്ങ വീട്ടിലുണ്ടായത്, മുരിങ്ങക്കായ, ചേനത്തണ്ട്, ചെറിയ ഉള്ളി 2 എണ്ണം, പടവലങ്ങയുടെ ഒരു കഷ്ണം. ചേനത്തണ്ട് നല്ല രസമാണ് സാമ്പാറിലിട്ടാലും. ഒക്കെ ഞാൻ കഴുകി വാരി വേവിക്കാനുള്ള ചട്ടിയിൽ കൊട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാമ്പാറിനൊരു 5 6 തക്കാളി ഞാൻ ചേർക്കാറുണ്ട്. ഒരു കുഞ്ഞ് ടീസ്പൂണ് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പ് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. വേവാനുള്ള വെള്ളം ഒക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. തൊടിയിലേക്ക് പോയി ആഫ്രിക്കൻ മല്ലി ഒരു തണ്ട് പറിച്ചു. നല്ല മണമാണ് സാമ്പാറിലിട്ടാൽ. പകരം മല്ലിയില ചേർത്താലും മതി കേട്ടോ. നല്ല കാലാവസ്ഥയാണിന്ന്. വെയിലുമില്ല മഴയുമില്ല. ഇരുന്ന് കവിതകളൊക്കെ എഴുതാൻ പറ്റിയ ഒരു ഫീലിംഗ് ആണ്. നല്ലൊരു കാലാവസ്ഥയുള്ള ദിവസം. എൻ്റെ തൊടി മുഴുവൻ കപ്പക്കിഴങ്ങ് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് മുറ്റത്ത്. നല്ല അഴകാണ് അവരെ കാണാൻ. ഒപ്പം അതാ ഒരു ചക്ക കൂടിയുണ്ട്. അങ്ങനെ സാമ്പാറിലേക്ക് വേവിക്കാനുള്ള കഷ്ണത്തിലേക്ക് ആഫ്രിക്കൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് വേവാൻ വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൊരു അടപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമായ പുളി. ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി കൊണ്ടാണ് ഇന്നത്തെ സാമ്പാർ. നല്ല ടേസ്റ്റായിരിക്കും. കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും. LGയുടെ കായപ്പൊടിയാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ വേവണം തക്കാളി, അല്ലെങ്കിൽ ഈ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പും അതുപോലെ നല്ലപോലെ വേവണം. അതിലേക്ക് ഞാൻ ഈ പുളി, നല്ല ശുദ്ധമായ പുളിയാണ്, പാലക്കാടൻ പുളി, എൻ്റെ വീട്ടിലുണ്ടായ പുളിയാണ്. ഞാനത് ഉണക്കിയെടുത്ത് വെച്ചതാണ്. അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നാളികേരവും ഒക്കെ വറുത്തെടുക്കണം. അത് വറുത്ത് അരച്ചിട്ടുണ്ട്. അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കട്ടെ. നല്ല പോലെ തിളയ്ക്കണം, എങ്കിലേ സാമ്പാറിന് നല്ല മണം ഉണ്ടാവുള്ളൂ. ഈ സാമ്പാർ തന്നെയാണ് ഇനി വൈകുന്നേരം അച്ഛന് ചപ്പാത്തിക്ക്, ഗോതമ്പ് ദോശയ്ക്ക്
ആ ദോശയും ഈ സാമ്പാറും നല്ല ടേസ്റ്റായിരിക്കും ചൂടോടെ കഴിക്കാൻ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അവിയൽ രാവിലത്തെ ഉണ്ടല്ലോ, ഇനി കുറച്ച് മുട്ട പൊരിച്ചെടുക്കണം. ഒരു 4 മുട്ട. കർക്കിടക മാസത്തിൽ ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്, കുടലിനൊക്കെ നല്ലതാണ്. അപ്പോൾ മുത്തശ്ശിയുടെ ഒരു പാചകമാണിത്. അപ്പോൾ ഞാൻ 4 മുട്ട നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറുത്തരയ്ക്കാൻ പോവുകയാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതൊക്കെ പാടെ വറുത്തിട്ട് നമുക്ക് അമ്മിയിലാണ് അരച്ചുരുട്ടേണ്ടത്. അതിപ്പോൾ അരച്ചുരുട്ടിയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ഇതാ നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ചൂടോടെ ഒരു മുട്ടപ്പൊരി ഉണ്ടാക്കാം. ഇത് അപ്പമായും ഉണ്ടാക്കാം കേട്ടോ. അപ്പമായി ഉണ്ടാക്കുമ്പോൾ ഇത്ര ഒഴിക്കരുത്, കുറച്ച് കുറച്ചായി ഓരോ അപ്പമായി ചുട്ടു കൊടുക്കാം കുട്ടികൾക്ക്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് കുരുമുളകിൻ്റെയൊക്കെ. നല്ല ഔഷധ ഗുണമുള്ള ഒരു പാചക രീതിയാണ് ഇങ്ങനെ മുട്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി ഇത് ചൂടോടെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാം. അപ്പോൾ എൻ്റെ ചോറായി, സാമ്പാറായി, മുട്ട പൊരിച്ചതായി, പിന്നെ ഇതാ നല്ല അവിയലും. ഇനി ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പൂജാമുറി ഒന്ന് വൃത്തിയാക്കാൻ കയറി. ഇതാ പൂജാമുറിയൊക്കെ ഇങ്ങനെ ഒന്ന് പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഞാനതെല്ലാം ഓടിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം രാമായണം വായിക്കണം. അപ്പോൾ ഞാനിത് അടച്ചിട്ടു. ഇനി എൻ്റെ മഹാഭാരതം ഷൂട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. മൈക്കൊക്കെ എനിക്ക് പ്രശസ്ത സംഗീത വിദഗ്ധൻ KL ശ്രീറാം വാങ്ങിത്തന്നതാണ് എനിക്ക് ഈ മൈക്ക്. അത് ഉപയോഗിച്ചാണ് ഇനി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മഹാഭാരതം വായിക്കണം. പിന്നെ ഗോതമ്പ് പൊടി നേരത്തെ കലക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വയസ്സായ ആളുകൾക്കത് നല്ലതും ആണ്. മഹാഭാരതവും രാമായണവും ഒക്കെ കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങും. അടുത്ത വീഡിയോയ്ക്കായി കൂട്ടുകാർ കാത്തിരിക്കുമല്ലോ.